ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ്മ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മെയ് 15 ഇടവരവി സംക്രമം ആണ്. സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ ഇടവൻ രാശിയിൽ ബുധ ആദിത്യ യോഗം വരുന്ന സമയമാണ്. അപ്പോൾ സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും ബുധാദിത്യ യോഗവും ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും നോക്കാം. ഇപ്പം മെയ് 15 ഇടവ രവി സംക്രമം. അപ്പോൾ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ജൂൺ 14 വരെ ആ സൂര്യൻ ഇടവൻ രാശിയിൽ ഉണ്ടാകും. ഇടവൻ രാശിയിൽ ഇപ്പം ബുധൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ബുധ ആദിത്യ യോഗം ഇടവൻ രാശിയിൽ വരുന്ന സമയമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇടവൻ രാശി എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മിത്രരാശി അല്ല. എങ്കിൽ തന്നെയും ഇടവൻ രാശിയിലെ 3 നക്ഷത്രങ്ങൾ, അതായത് കാർത്തിക, രോഹിണി, മകയിരം. കാർത്തിക എന്ന് പറയുന്നത് സൂര്യൻ്റെ തന്നെ നക്ഷത്രമാണ്. രോഹിണി ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. മകയിരം ചൊവ്വയുടെ നക്ഷത്രമാണ്. അപ്പം നക്ഷത്ര അധിപന്മാർ സൂര്യൻ്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാനറ്റ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ സൂര്യൻ ആദ്യമൊക്കെ 25 വരെയൊക്കെ സ്വന്തം നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ സൂര്യന് വളരെ ബലം ഉണ്ടാകുന്ന സമയമായിരിക്കും. അപ്പോൾ സൂര്യൻ്റെ ശക്തി കൂടും. ഇപ്പോൾ കാലപുരുഷൻ്റെ ധനസ്ഥാനത്താണ് സൂര്യൻ വരുന്നു എന്നുള്ളതുകൊണ്ട് പൊതുവെ നമ്മുടെ ജീവന ഉപാധികൾ കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശ്രമം ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ ചിങ്ങൻ രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ ആ രാശിയുടെ കർമ്മസ്ഥാനത്താണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് കർമ്മ മേഖലയിലൂടെ ധനാർജനം കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. നിലനിൽപ്പിനായിട്ടുള്ള അതിജീവനത്തിനുള്ള ഒരു പൊരുതൽ അല്ലെങ്കിൽ ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സൂര്യൻ ഇച്ഛാശക്തിയുടെ ഗ്രഹമാണ്, ആത്മവിശ്വാസത്തിൻ്റെ ഗ്രഹമാണ്, ഉന്നത പദവിയിലൊക്കെ എത്താനുള്ള, അതുപോലെ അധികാരത്തിൻ്റെയും നേതൃഗുണത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ്. ശരി തെറ്റുകൾ വിവേചിച്ചറിയാൻ കഴിയും. അതുപോലെ നമുക്ക് നല്ല ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു ഗ്രഹമായിട്ട് നമുക്ക് സൂര്യനെ കാണാം. എങ്കിലും ഏത് ഗ്രഹവും ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇഫക്റ്റുകൾ ഉണ്ടാകാം. അപ്പം അത് സൂര്യൻ്റെ രാശിമാറ്റം എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് നോക്കാം. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതും ബുധാദിത്യ യോഗം ഇടവൻ രാശിയിൽ വരുന്നതും ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ആദ്യമായിട്ട് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക്. ഇപ്പോൾ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മലഗ്ന രാശ്യാധിപനാണ് സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ മെയ് 15 അവരുടെ കർമ്മസ്ഥാനത്തേക്കാണ്, തൊഴിൽ സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ സൂര്യൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും. ഇപ്പോൾ കർമ്മസ്ഥാനത്ത് ഇപ്പോൾ ബുധൻ നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് 11 അതുപോലെ 2 ഭാവാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനത്ത് ഉണ്ട്. ഇപ്പോൾ സൂര്യൻ്റെ 10ലെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഗുണകരം എന്ന് തന്നെ പറയാം. സൂര്യന് ദിഗ്ബലം ഉള്ള സമയമാണ്. അപ്പോൾ തൊഴിലിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സൂര്യൻ പ്രത്യേകിച്ച് 25 വരെ സ്വന്തം നക്ഷത്രത്തിൽ, കാർത്തിക നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് പ്രൊഫഷണൽ തലത്തിൽ അതുപോലെ വ്യക്തിതലത്തിലും തിളക്കം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിലിൽ നമുക്ക് ഉയർച്ച, ഇപ്പോൾ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉയർന്ന തൊഴിലിലേക്ക് സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. സർക്കാർ തലത്തിലുള്ള വളരെ അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ ഈ തൊഴിലിടത്ത് ഉണ്ടാകും. തൊഴിലിടത്ത് പൊതുവേ നമ്മുടെ പ്രായോഗിക ബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ്. നമ്മുടെ തൊഴിലിടത്ത് നമ്മുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വളരെ സ്വീകാര്യത ഉണ്ടാകുന്ന സമയമാണ്. സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയം. പ്രത്യേകിച്ച് തൊഴിലിടത്ത് ഉത്തരവാദിത്വം കൂടും. ലീഡർഷിപ്പ് റോളിലേക്കൊക്കെ എത്തുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവേ നമുക്ക് തൊഴിലിൽ അംഗീകാരത്തിൻ്റെ സമയമായിരിക്കും ഈ 10 സൂര്യൻ വരിക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് സർക്കാർ തലത്തിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം, നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സമയമാണ്. കർക്കശ നിലപാടുകൾ കഴിവതും നമ്മൾ തൊഴിലിടത്ത് ഒഴിവാക്കണം.
അങ്ങനെ ഒഴിവാക്കി പോകുമ്പോൾ കോവർക്കേഴ്സിൻ്റെയൊക്കെ സഹകരണം നമുക്ക് ഉറപ്പാക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. കാരണം അല്പം ഒരു ഡോമിനൻസിൻ്റെ ഒരു ഗ്രഹവും കൂടിയാണ് സൂര്യൻ എന്നുള്ളതുകൊണ്ട് അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രകൃതമൊക്കെ ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്തകളാണ്. ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലൊക്കെ അവർക്ക് ഉയർന്ന വിജയം സാധ്യമാകും. പൊതുവെ കർമ്മസുഖത്തിൻ്റെ സമയം, അധികാരത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം നമ്മൾ മേലുദ്യോഗസ്ഥർ കൂടുതൽ പൊളൈറ്റ് ആകുന്നത് അവർക്ക് അവരുടെ തൊഴിലിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ പിതാവിൻ്റെയൊക്കെ ഗൈഡൻസൊക്കെ തൊഴിലിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രസീവ് ആകുന്ന സമയമാണ്. അപ്പോൾ 25 കഴിയുമ്പോൾ 25 മുതലൊക്കെ ഈ സൂര്യൻ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. ചന്ദ്രൻ 12ാം ഭാവാധിപനാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ അവിടെയൊക്കെ തൊഴിലിൽ മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയമാണ്. ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. സൂര്യൻ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 ആ കർമ്മസ്ഥാനത്ത് നിന്ന് സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഫാമിലിയിൽ അല്പ ഡോമിനൻസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. എങ്കിലും കുടുംബാംഗങ്ങളോട് നമ്മൾ ഇഗോയിസ്റ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടാകാവുന്ന കമ്മ്യൂണിക്കേഷൻ കഴിവതും ഒഴിവാക്കുക. അതൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അത് കുടുംബസുഖം കുറയ്ക്കുന്നതിനും വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുടുംബത്തിൽ അല്പ ടെൻഷൻ, ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ബിഹേവ് ചെയ്യുക. അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ വളരെ തിളക്കം ഉണ്ടാകുന്ന സമയമാണ്. വ്യക്തിപ്രഭാവമൊക്കെ ഉയരും. അതേസമയം നമ്മൾ ഗാർഹിക തലത്തിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്പം കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതും ഇടവൻ രാശിയിൽ ബുധാദിത്യ യോഗം വരുന്നതും ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കും നോക്കാം. ഇപ്പോൾ കന്നിക്കുറുകാരെന്ന് പറയുമ്പം ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ 12ാം ഭാവാധിപനാണ്. ഈ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് 15 9ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ സൂര്യൻ 9ാം ഭാവരാശിയിൽ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും. ഇപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധനും ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ബുധ ആദിത്യ യോഗം 9 ഉള്ള സമയമാണ്. ഇപ്പോൾ സൂര്യൻ 12ാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് 12ാം ഭാവാധിപൻ 9 വരിക എന്ന് പറയുമ്പോൾ ദൂരയാത്രകൾ, വിദേശയാത്രകൾ, വിദേശ ബന്ധം, അതുപോലെ വിദേശത്തൊക്കെ പഠനം, ഇവ വഴിയൊക്കെ നമുക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കും. അതേസമയം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവ് കൂടാനും സാധ്യതയുണ്ട്. 12ാം ഭാവാധിപൻ 9 വരിക എന്ന് പറയുമ്പം 9ാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. നമുക്ക് ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മതവിശ്വാസം, അതുപോലെ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഭാഷണം, അതുപോലെ വിദേശ വ്യാപാരം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാം. അപ്പം അതുവഴിയൊക്കെ നമുക്ക് ചിലവ് വരാൻ സാധ്യതയുണ്ട്. കഴിവതും അനാവശ്യ ചിലവ് കുറയ്ക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. സൂര്യനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് ജന്മരാശ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ചില ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദേശ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗ്യാനുഭവങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഗവേഷണം, ഇവയ്ക്കൊക്കെ അനുകൂല സമയമാണ്.
വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശത്തൊക്കെ താമസം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തൊക്കെ വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സൂര്യൻ്റെ രാശിമാറ്റം അനുകൂല സമയമാണ്. സൂര്യൻ 12ാം ഭാവത്തിൻ്റെ 10ലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കർമ്മ ഭാവാധിപനായിട്ടുള്ള ആ ബുധനും ആ ഭാവത്തിൻ്റെ 12ൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിൽ അന്വേഷകർക്ക്, പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ ബുധനും സൂര്യനുമായിട്ടുള്ള യോഗം വരുമ്പോൾ 9ൽ വരുമ്പോൾ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിയൊക്കെ കൂടുന്നതിന് ഈ സമയം ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. അതുപോലെ നമുക്ക് ഉന്നതമായിട്ടുള്ള അറിവ് സ്വായത്തമാക്കുന്നതിനും സാധിക്കുന്നുണ്ട്. സ്പിരിച്വൽ തലത്തിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉന്നത പഠനം വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം. അതേസമയം ഈ 9ൽ സൂര്യൻ്റെയൊക്കെ സ്ഥിതി, അവിടെ ബുധൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ, പ്രത്യേകിച്ച് 12ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഗുരുക്കന്മാരോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് അതുപോലെ മെൻറ്റേഴ്സിനോട് അവരോടൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം. കർക്കശ നിലപാടുകൾ അവരോട് ഒഴിവാക്കണം. അവരോട് ആദരവ് കാണിച്ച് ആദരവ് കുറയാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ ഈ സമയത്ത് ഉണ്ടാകുന്നത് ഗുണം ചെയ്യും. അത് അവരുടെ ഗൈഡൻസ് കിട്ടുന്നതിനൊക്കെ വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക. സൂര്യൻ 3ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ബുധനും 3ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ധൈര്യം, വീര്യം, ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. മനസ്സിലൊക്കെ നല്ല ചിന്തകൾ ഉണ്ടാകും. അപ്പോൾ ഏത് കാര്യവും നേടിയെടുക്കുന്നതിനുള്ള ഒരു എബിലിറ്റി, ഒരു പ്രാപ്തി ഈ സമയത്ത് അവർക്കുണ്ടാകുമെന്ന് പറയാം. കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ നമുക്ക് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ കഴിയും. സഹോദരങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം. നമ്മൾ ചർച്ചകളിലും പ്രഭാഷണത്തിലൊക്കെ തന്നെ വളരെ ആധിപത്യം പുലർത്തുന്ന സമയമായിരിക്കും. അതൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതും ഇടവൻ രാശിയിൽ ബുധാദിത്യ യോഗം വരുന്നതും എങ്ങനെ ആയിരിക്കും അവരെ സ്വാധീനിക്കുന്നു നോക്കാം. ഇപ്പോൾ തുലാക്കൂറുകാരെന്ന് പറയുമ്പം ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും സൂര്യൻ 11ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് 15-ന് അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ സൂര്യൻ അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടാകും. അവിടെ അഷ്ടമരാശിയിൽ ഭാഗ്യഭാവാധിപനായിട്ടുള്ള, അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള ബുധനും നിൽക്കുന്നുണ്ട്. ആ ബുധനും സൂര്യനുമായിട്ടുള്ള യോഗം അഷ്ടമ രാശിയിലാണ് വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയവും കൂടെ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പം പൊതുവേ ഈ 11ാം ഭാവാധിപൻ അഷ്ടമരാശിയിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ ചില അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം. ചിലപ്പോൾ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നിന്നായിരിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയുള്ള നേട്ടങ്ങളായിരിക്കാം, ജോയിൻ്റ് അസറ്റ് വഴിയുള്ള നേട്ടങ്ങളായിരിക്കാം, ചിലപ്പോൾ ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ നമ്മൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത് മുഖാന്തരം എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്കും ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പം പൊതുവെ നമുക്ക് ഈ അഷ്ടമ രാശിയിൽ സൂര്യനും ബുധനും ഒക്കെ നിൽക്കുന്ന സമയം ആയതുകൊണ്ട് നമ്മൾ ഈ ഫിനാൻസ് തലത്തിലൊക്കെ അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ചർച്ച നടത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജോയിൻ്റ് അസൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ആ ബുധാദിത്യ യോഗം അഷ്ടമത്തിൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അതേസമയം ഈ 11ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കെയർ വേണം. അതുപോലെ ഈ ചിലപ്പോൾ ധനസ്ഥിതിയിൽ ഒരു ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുത്ത് പോകണം. അതുപോലെ ബിസിനസ്സിലുമൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ദീർഘകാലികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ കാശ് മുടക്കുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ നമ്മൾ ഈ ശത്രുക്കളുടെ ചതിയിൽ വീഴാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ സൗഹൃദങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ ഈ സമയത്ത് ഒരു കെയർ വേണം. 11-ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ കഴിവതും അല്ലെങ്കിൽ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഈ സമയത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മളെ ചതിക്കപ്പെടുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യുക വഴി നമ്മളെ വഞ്ചിക്കപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ അവിടെ കെയർ കൊടുക്കണം. അതുപോലെ നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. 11-ാം ഭാവാധിപൻ 8-ൽ വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ധനവരവിൽ ഒരു ഇൻസ്റ്റബിലിറ്റിയൊക്കെ വരാം. ധനച്ചെലവ് ചിലപ്പം കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തൊഴിലിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സ്വന്തം ഇമേജ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കെയർ വേണം. നമ്മുടെ ചിന്തകളും വീക്ഷണങ്ങളും മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവയൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. സംസാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ശുക്രനൊക്കെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. ജന്മലഗ്ന രാശ്യാധിപനാണ് ആ ശുക്രൻ. അപ്പം ആ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. ഭാഗ്യഭാവാധിപൻ രായിട്ടുള്ള ബുധൻ ശുക്രൻ്റെ രാശിയിൽ ബുധശുക്ര രാശി പരിവർത്തനമൊക്കെ ഉള്ള സമയമാണ്. അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും. അതേസമയം ലോണ്, നികുതി, അതുപോലെ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കെയർ വേണം. 8 നിൽക്കുന്ന സൂര്യനും ബുധനും ഒക്കെ തന്നെ 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ രവിബുധ യോഗവും അഷ്ടമത്തിലുള്ള സമയമാണ്. 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് ഈ കൂട്ടുപങ്കാളിത്തം വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പാർട്ട്നേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. പൊതുവെ ഗവേഷണം, ഉന്നത പഠനം ഇവയിലൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ഉന്നത പഠനത്തിനോ ദൂരയാത്രകൾക്കോ വേണ്ടിയുള്ള പ്ലാനൊക്കെ ഈ സമയത്ത് നടത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതുപോലെ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ആത്മീയ തലത്തിലും നമ്മൾ ഒരു ആഴത്തിലുള്ള ഒരു അറിവ് ഈ സമയത്ത് നമുക്കുണ്ടാകും. നമുക്ക് ഹിഡൻ നോളജ് ആർജിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും. പൊതുവേ നമ്മുടെ ഇൻഡ്യൂഷനൊക്കെ ശക്തമാകുന്ന സമയമാണ്. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സൂര്യൻ അഷ്ടമരാശിയിലാണ്. അതുപോലെ സ്വന്തം ആരോഗ്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കണം സൂര്യൻ അഷ്ടമരാശിയിലൂടെ പോകുന്ന സമയത്ത്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ ബുധ ആദിത്യ യോഗം ഇടവൻ രാശിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും 10-ാം ഭാവാധിപനാണ് സൂര്യൻ. മെയ് 15-ന് ആ 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ സൂര്യൻ 7-ൽ ഉണ്ടാകും. 7-ൽ 8-ാം ഭാവാധിപനായിട്ടുള്ള 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും അവിടെ നിൽക്കുന്നുണ്ട്. ആ ബുധാദിത്യ യോഗം 7-ൽ ഉള്ള സമയമാണ്. അപ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്താണ് വരുന്നത് എന്നുള്ളതിനാൽ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. അത് തൊഴിലന്വേഷകർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, അതുപോലെ ഈ സഹകരണ സംരംഭങ്ങളിലൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. ഭാവി കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. പുത്തൻ ബിസിനസ് തുടങ്ങുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം തൊഴിലിൽ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു സഹായം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടിവരും.
വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് 7-ലെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി. അതുപോലെ തന്നെ 7-ലൊക്കെ സൂര്യൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പോൾ നമുക്ക് അല്പം ഡോമിനൻസ്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ അല്പം കെയർ വേണം. അതുപോലെ ഈ ബിസിനസ് പാർട്ട്നേഴ്സ് ഇടയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ടെൻഷനൊക്കെ ചിലപ്പോൾ പാർട്ട്നേഴ്സിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിവതും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കുക. അല്പം ക്ഷമയൊക്കെ വേണ്ടുന്ന സമയമാണ്. 7 പറയുമ്പം പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെയൊക്കെ സ്ഥാനമാണ്. അവിടെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ അല്പം ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രകൃതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോവുക. അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ അതേസമയം നമ്മൾ അധികാരമോഹം, പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അല്പം അധികാരമോഹമൊക്കെ കൂടാവുന്ന സമയമെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് അല്പം വീര്യം, ശൗര്യം, ശുഭാപ്തി വിശ്വാസം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ഉയർന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാകും. പോപ്പുലാരിറ്റിയൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. പ്രൊഫഷണൽ തലത്തിൽ പൊതുവെ അനുകൂലമാണെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുത്തു പോകണം. ജന്മരാശിയിലൊക്കെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമ്മൾ അല്പം മുൻകോപമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് കഴിവതും തൊഴിലിടത്ത് റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 7-ലേക്ക് സൂര്യൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പോൾ നമുക്ക് വിവാഹ ആലോചനകളിലും ഒക്കെ തന്നെ ഒരു കെയർ വേണം. അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലുമൊക്കെ തന്നെ അല്പം ശ്രദ്ധ വേണം. സ്ത്രീകൾ മുഖാന്തരം എന്തെങ്കിലും അവഹേളനമോ അപകീർത്തിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക. പൊതുവെ 7-ലൊക്കെ ബുധാദിത്യ യോഗമൊക്കെ വരുമ്പോൾ ബിസിനസ്സിൽ, തൊഴിലിൽ ഒക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പിതാവിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ അഡ്വൈസ് സ്വീകരിക്കുന്നതും അവരോട് ആദരവ് കാണിച്ച് അവരുടെയൊക്കെ ഗൈഡൻസ് സ്വീകരിക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.